നമസ്കാരം. ഞാൻ അസ്ട്രോളജർ പ്രദീപ് നായർ. ഒരു അറിയിപ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം 2026 ചന്ദ്രഗ്രഹണം മാർച്ച് 3 അതായത് നാളെ പൂർണ്ണ ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്രങ്ങളൊന്നും ഈ സമയം നട അടച്ചിടേണ്ടതാണെന്നു. കാരണം ഈ ചന്ദ്രഗ്രഹണ സമയത്ത് പ്രകൃതിയിലുണ്ടാകുന്ന നെഗറ്റീവ് തരംഗങ്ങൾ വിഗ്രഹത്തിൽ നേരിട്ട് കണക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഈ സമയം നട അടച്ചിടുമെന്നാണ് അറിവ്. പ്രത്യേകിച്ച് നാളെ ആറ്റുകാൽ പൊങ്കാല പോലുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരം 3:10 മുതൽ സന്ധ്യ 7 മണി വരെ ക്ഷേത്രം അടച്ചിടുമെന്നാണ് അറിവ്. കൃത്യമായി പറഞ്ഞാൽ 3:19 മുതൽ 6:48 വരെയാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം. ഈ സമയം ക്ഷേത്രങ്ങൾ അടച്ചിടാൻ പറയുന്നതിന്റെ ഉദ്ദേശം ഈ നെഗറ്റീവ് തരംഗങ്ങൾ വിഗ്രഹത്തിൽ നേരിട്ട് കണക്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സമയം വിഗ്രഹങ്ങളെല്ലാം പട്ടിൽ പൊതിഞ്ഞ് ദർഭ കൊണ്ട് ചുറ്റി കെട്ടി വെക്കേണ്ടതാകുന്നു. ചന്ദ്രഗ്രഹണ ശേഷം, അതായത് 7 മണിക്ക് ശേഷം നമുക്ക് ശുദ്ധിക്രിയകൾ, അതായത് പുണ്യക്രിയകളും അങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം ഈ പൂജയും നിവേദ്യവും ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. ശുദ്ധിക്രിയകൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കാം. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും 7 മണിക്ക് ശേഷം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ക്ഷേത്രക്കാരും. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ചന്ദ്രഗ്രഹണ സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കുകയും പോസിറ്റീവ് ഉണ്ടാക്കുകയും ചെയ്യും ചില നക്ഷത്രക്കാർക്ക്. അതിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. വളരെയധികം ഗുണങ്ങൾ 8-9 നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. 27 നക്ഷത്രങ്ങളിൽ ബാക്കി നക്ഷത്രക്കാർക്ക് ദോഷവും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് ഈ സമയത്ത് കൃത്യമായ പ്രാർത്ഥനയും പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ ദോഷകാഠിന്യം കുറച്ച് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ചന്ദ്രഗ്രഹണ സമയത്ത് ഈ പറയുന്ന 8-9 നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാവും. ധനസമ്പാദനത്തിനും ഒരു പുതിയ പുതിയ സംരംഭങ്ങൾക്കൊക്കെ അനുകൂലമായി വരുന്ന ആ നക്ഷത്രക്കാരുണ്ട്. അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ അഘോര വിഷൻ ചാനൽ യൂട്യൂബിലുണ്ട്, കയറി കാണുക. എന്തായാലും ചന്ദ്രഗ്രഹണത്തിന് എൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.